ഹായ് ഓൾ, നിഹാവ് റോക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ബഡ്ജറ്റ് കുറച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നെറ്റ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആവുന്ന വിധത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടേത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇതിനു മുൻപും നമ്മൾ ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കസ്റ്റമറെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതും അതുപോലെ തന്നെ ഉള്ള കസ്റ്റമറിനെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും, അങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ബഡ്ജറ്റ് കുറച്ചിട്ട് ഓരോ കസ്റ്റമേഴ്സിനും ഓരോ രീതികളായിരിക്കും. അപ്പോൾ ബഡ്ജറ്റ് കുറച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടന്നാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊരു കസ്റ്റമർ എന്ത് ചെയ്യാണ്, ഒരു ഫോട്ടോ നമുക്ക് വിട്ടുന്നു. അപ്പോൾ നമ്മളെ സൈഡിൽ നിന്നും നമ്മൾ ആ മോഡൽ ഏതാണ് എന്നുള്ളതും അതുപോലെ അതിന് എത്ര ഫാബ്രിക് വേണ്ടി വരും എന്നുള്ളതും അതുപോലെ ആ മോഡൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് നമ്മളെ ഭാഗത്തു നിന്നും ചിന്തിക്കുക. പക്ഷേ തിരിച്ച് കസ്റ്റമർ ഭാഗത്തു നിന്നും കസ്റ്റമർ ഒരു ഫോട്ടോ നമുക്ക് സെൻഡ് ചെയ്തെന്നാൽ എന്താ ചിന്തിക്കാമെന്നറിയോ, അവർ പറയുന്ന ആ ഒരു ഡേറ്റിന് കിട്ടുമോ എന്നുള്ളതും അതുപോലെ തന്നെ ഇതിന് എത്ര സ്റ്റിച്ചിങ് ചാർജ് വരും, ഫുൾ എമൗണ്ട് ആയിട്ട് ക്ലോത്തിൻ്റെ അടക്കം എത്ര സ്റ്റിച്ചിങ് ചാർജും കാര്യങ്ങളും ഫുൾ എമൗണ്ട് ആയിട്ട് എത്ര വരും എന്നുള്ളതൊക്കെയാണ് കസ്റ്റമർ സംബന്ധിച്ച് കസ്റ്റമർ നോക്കുക. അപ്പോൾ ഏതായാലും രണ്ട് രീതിയിലും നമ്മളെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ശരി തന്നെയാണ്. അപ്പോൾ കസ്റ്റമർക്ക് ബഡ്ജറ്റ് കുറച്ചിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, കസ്റ്റമർ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് നമുക്ക് മോഡലായിട്ട് തരുന്നത് എന്നുണ്ടെങ്കിൽ, റെഫറൻസ് ആയിട്ട് നമുക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമറുടെ അടുത്ത് പറയണം ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരും. കാരണം അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫാബ്രിക്സ് തന്നെ നമുക്ക് വേണം. കാരണം നമുക്ക് 2-3 ലെയറുകളായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സ്കേർട്ട് പോർഷൻ നമുക്ക് ചെയ്തെടുക്കണം, എന്നാലാണ് നല്ല പഫി ആയിട്ട് കിടക്കുള്ളൂ. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ എന്ത് ചെയ്യണം, കോട്ടൺ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഷിഫ്നെറ്റൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഫ്രോക്ക് നല്ല രീതിയിൽ പഫി ആയിട്ട് കിടക്കുള്ളൂ. അതുപോലെ തന്നെ വേറെ തരം കസ്റ്റമേഴ്സ് ഉണ്ട്. എങ്ങനെയാണെന്നറിയോ, വലിയ ഫ്രോക്കുകളൊക്കെ വിട്ടുതരും, ബട്ട് അതൊരു 1 ഇയറിന് വേണ്ടിയിട്ട് ചെയ്യാനായിരിക്കും. പക്ഷെ ആ ഒരു വലിയ ഫ്രോക്കില്ലെങ്കിൽ ഒരുപാട് ലെയറുകൾ ഉണ്ടാവും. അത് വലിയൊരു ബേബിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലെയറുകൾ ഉണ്ടാവും. പക്ഷേ ചെറിയൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം, ഒരു 1 ഇയർ ബേബിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുമ്പോൾ നമുക്കതിൽ കുറച്ച് ലെയേഴ്സ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം അത്രയും ലെങ്ത് ആവും നമുക്കതിൽ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓർഡർ നമ്മൾ കൺഫേം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെടുത്ത് എന്ത് ചെയ്യും, നല്ലൊരു ഹെവി ഫ്രോക്കാണ് നമ്മളെടുത്ത് തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കസ്റ്റമറുടെ അടുത്ത് പറയാം ഇതിന് ഇത്ര സ്റ്റിച്ചിങ് ചാർജ് വരും, അതുപോലെ തന്നെ ഇത്രയും മെറ്റീരിയൽ വരും, അപ്പോൾ ഏകദേശം ഒരു ഇത്ര റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആവും എന്നുള്ളത് പറയാം. അപ്പോൾ അത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമർ പറയാം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷേ ഇത്രയും ലുക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രതീക്ഷിക്കരുത് എന്നുള്ളത് പറയാം. എന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുകയാണെന്ന് അറിയാം, നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നമ്മളെ യോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് വർക്ക് പീസാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ മാത്രം വർക്ക് പീസ് കൊടുക്കുക. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്, ഫ്രണ്ടിൽ മാത്രം വർക്ക് പീസ് കൊടുക്കുക. ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്രേപ്പും അല്ലെങ്കിൽ നമ്മളെ നെറ്റ് ഫാബ്രിക്കും വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും. ബാക്കിൽ എന്താണ്, നമുക്ക് പ്ലെയിൻ ആയിട്ട് അത്രയും വർക്ക് പീസൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരത്തൂല. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ സ്കേർട്ട് പോർഷൻ്റെ ആ ഒരു ഇതിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു ലെയറായിട്ട് കൊടുക്കുക. കോട്ടൺ ലൈനിങ് കുറച്ച് നമ്മൾ അധികം കൊടുക്കാം. ഈ കോട്ടൺ ലൈനിങ്ങും അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ പഫി ആയിട്ട് നമുക്ക് കിടക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ നെറ്റ് ഫാബ്രിക്കിനാണ് കൂടുതൽ റേറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ചിലപ്പോൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ പറയുന്ന ആ ഒരു റേറ്റിന് ആ ഒരു കളറിന് ചിലപ്പോൾ അധികം നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് കൂടുതൽ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല, കൂടുതൽ വേണ്ട. നെറ്റ് ഫാബ്രിക് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഫാബ്രിക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല പഫി ആയിട്ട് കിടക്കാനൊക്കെ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഷിഫ്നെറ്റ് വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് താഴെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കോട്ടന് കുറച്ച് വെടുത്തിൽ നമ്മളിങ്ങനെ പ്ലേറ്റ് ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ല ഒരു പഫി ആയിട്ട് കിടക്കുന്ന രൂപത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രോക്കിനെ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെവി ആയിട്ടുള്ള ബർത്ത്ഡേ ഫ്രോക്കുകൾ ചെയ്തെടുക്കുന്നത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് പിന്നെ നേരത്തെ നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഇത്രയും ലുക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല, പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഈ ഒരു ലുക്കിലേക്ക് ഏകദേശം നമുക്ക് എത്തിക്കാം എന്നുള്ളത് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറയുകയും ചെയ്യാം.
പിന്നെ അടുത്തത് വരുന്നത് ഒരു നോർമൽ ഫ്രോക്കാണ് നമുക്ക് വിട്ട് തരുന്നത്, കസ്റ്റമർ റെഫറൻസ് ആയിട്ട് നമുക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ യോക്കിൻ്റെ പോർഷനിൽ അത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ പിന്നെ വർക്ക് പീസ് എന്ത് ചെയ്യുക, ഫ്രണ്ടിൽ മാത്രം നമ്മൾ കൊടുക്കുക, ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്രേപ്പ് അല്ലെങ്കിൽ നമ്മൾ സാറ്റിനാണ് ലൈനിങ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഫ്രോക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് മാച്ചായിട്ടുള്ള ലേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ലേസൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കസ്റ്റമറിന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ ലുക്കിൽ മാത്രമാണ് കസ്റ്റമേഴ്സിന് ഫോട്ടോസും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ രണ്ടാമതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലേസൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നേരത്തെ കസ്റ്റമറുടെ അടുത്ത് പറയുക, ഇത്രയും ഹാൻഡ് വർക്ക് ആകുമ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലേസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ എന്നുള്ളതും ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ പേളും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ നേരത്തെ തന്നെ കസ്റ്റമറുടെ അടുത്ത് പറയാൻ വേണം. ഒരു കാര്യം നിങ്ങളെപ്പോഴും ഓർക്കണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നമുക്ക് ബഡ്ജറ്റ് കുറച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണെന്നുണ്ടെങ്കിലും ഹെയർ ബാൻഡ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കസ്റ്റമേഴ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ അത് നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് പീസൊക്കെയാണ് കസ്റ്റമർ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഏകദേശം അതുമായിട്ട് മേച്ചുള്ള ഒരു വർക്ക് പീസ് എടുക്കുക. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മളെ കയ്യിലുള്ള പേളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചില കസ്റ്റമേഴ്സിന് ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ യോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിക്ക് എന്ത് വേണ്ടി വരും, വർക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല പേളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആപ്ലിക് വർക്ക് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ നമുക്ക് തൃപ്തിപ്പെടുത്താവുന്നതുമാണ് കേട്ടോ. നമ്മളെ കയ്യിൽ എക്സ്ട്രാ മെറ്റീരിയൽസൊക്കെ ബാലൻസ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു രീതിക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ആ ഒരു വർക്ക് പീസ് നമ്മൾ എടുത്തിട്ട് നമുക്ക് അതേ രീതിയിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമറുടെ അടുത്ത് നേരത്തെ തന്നെ പറയണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോൾഡറിങ് ആൻഡ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ട് പഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ബീഡ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ആക്കി നല്ലൊരു ലുക്കിലേക്ക് ആക്കിയിട്ട് തന്നെ കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് കുറച്ചിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മെയിനായിട്ട് എന്ന് പറയുന്നത് നമ്മളെ വർക്ക് പീസിൻ്റെ കാര്യം തന്നെയാണ്. കാരണം നല്ല വർക്ക് പീസിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെറ്റ് ഫാബ്രിക്കിൻ്റെ കാര്യവും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നെറ്റ് ഫാബ്രിക് നമ്മൾ അത്രയും കൂടുതൽ എടുക്കണം എന്നില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ആവറേജ് ആയിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പ്രൈസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ആ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നുകൂടിയും നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് ചാർജും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്തു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഗ്ലിറ്റർ നെറ്റിലൊക്കെയാണ് നമ്മൾ ഫ്രോക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ വിട്ട് തന്നിട്ടുള്ള ആ ഒരു ഫോട്ടോയിൽ ഗ്ലിറ്റർ നെറ്റ് വെച്ചിട്ട് തന്നെയാണ് താഴെ ഭാഗത്ത്, സ്കേർട്ടിൻ്റെ താഴെ ഭാഗത്തൊക്കെ നമ്മൾ ഫ്രിൽസ് ചെയ്യുമല്ലോ, അതുപോലെ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് ബഡ്ജറ്റ് കുറച്ച് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് സ്കേർട്ട് പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലിറ്റർ നെറ്റ് ഉപയോഗിക്കാം. താഴെ ഭാഗത്ത് നമുക്ക് അതേ കളറിലുള്ള പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്രിൽസ് ഇട്ട് എടുക്കാം. കാരണം അതിനും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഫാബ്രിക്സ് വേണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിക്കും നമുക്ക് എന്ത് ചെയ്യാം, ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഗ്ലിറ്റർ നെറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ലെയറായിട്ട് പ്ലെയിൻ നെറ്റ് കൊടുക്കാം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബഡ്ജറ്റ് കുറച്ച രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ബഡ്ജറ്റ് കുറച്ചിട്ട് ഫ്രോക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി.